ഹായ് ഗൈസ്, ജീസസ് യൂത്ത് കെയറോസ് ബഡ്സിന്റെ 6ാമത്തെ തീർത്ഥാടന ദിനത്തിലേക്ക് എല്ലാവരും റെഡിയാണല്ലോ. നമുക്ക് പോകാം, മനോജസിനെ കേൾക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനെ പറ്റിയാണ്. പരിശുദ്ധ അമ്മ ഗർഭിണിയായെന്ന് കേട്ടപ്പോഴും അത് ദൈവഹിതമാണ് തിരിച്ചറിയുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് മാതാവിനെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചതാണ് യൗസേപ്പിതാവ്. രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. രഹസ്യമായിട്ട് മാതാവിനെ ഉപേക്ഷിക്കുന്നു പറയുമ്പോൾ ആ തെറ്റ് മുഴുവനും, ഇല്ലെങ്കിൽ പുരുഷൻ സമീപമില്ലാതെ ഗർഭിണിയായെന്നുള്ള ആ തെറ്റ് മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടത്തില്ല. രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്ന ഈ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് യൗസേപ്പിതാവിനെ എല്ലാവരും കുറ്റക്കാരായിട്ട് പ്രഖ്യാപിക്കും. അത്രേ പോലും മാതാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു നിയമങ്ങൾക്കപ്പുറമായിട്ട് നീതിയെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ദൈവഹിതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിയമങ്ങൾക്കപ്പുറമായിട്ട് ഈ നീതിബോധത്തോടു കൂടി മാതാവിനെ സ്വീകരിക്കുകയും ഉണ്ണീശു വളർത്തിക്കൊണ്ടുവരികയും ചെയ്തവനാണ് ഏറ്റവും പ്രിയപ്പെട്ട സഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ഉണ്ണീശോയുടെ പുൽക്കൂട്ടിൽ തീർത്ഥാടനത്തിലേക്ക് നമുക്ക് ഉണ്ണീശോയുടെ പ്രാർത്ഥിക്കും. ഉണ്ണീശോയെ യൗസേപ്പിതാവിനെ പോലെ നീതിബോധത്തോടു കൂടി മറ്റുള്ളവർക്ക് നന്മ കണ്ടുകൊണ്ട് അവരെ സ്നേഹിച്ച് നീതിബോധത്തോടു കൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ പൂമത്തയ്ക്കുള്ള പൂക്കൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് 6ാമത്തെ പുണ്യത്തിന്റെ പൂ ചേർക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് 6ാമത്തെ ദിവസം. എല്ലാവരും പൂവൊക്കെ ഉണ്ടാക്കി റെഡി ആയിരിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരു ഓറഞ്ച് പൂവാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് മനോജ് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത് യൗസേപ്പിതാവിന്റെ നീതിബോധത്തെ കുറിച്ചാണ്. നമ്മള് കുട്ടികളായാലും മുതിർന്നവരായാലും നീതി നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ളൊരു പുണ്യമാണ്. അപ്പോൾ നമ്മൾ നീതി വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഞാനപ്പോ ഇന്നത്തെ പൂവില് നീതി എന്നാണ് എഴുതുന്നത്. ഞാനിവിടെ നീതി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. അങ്ങനെ ഉണ്ണീശോയുടെ പൂമെത്തയിലെ 6ാമത്തെ പൂവ് റെഡി ആയിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. ബൈ. സുഹൃത്ത് ജപത്തോടുകൂടി ഇന്നത്തെ തീർത്ഥാടനം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിന്നത്തെ സുഹൃജപം ഏറ്റുചൊല്ലാം. ഉണ്ണീശോയെ, നീതിബോധമുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളെ വളർത്തണമേ. ഉണ്ണീശോയെ, ഉണ്ണീശോയെ, നീതിബോധമുള്ള കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായി ഞങ്ങളെ ഞങ്ങളെ വളർത്തണമേ. വളർത്തണമേ.